ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാം ക്രാഫ്റ്റ് തന്നെയാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള ഒരു 15ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് ഒരു റെഡ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് ബോട്ടിൽ. അപ്പോൾ ഇത് ഇനാമൽ പെയിൻ്റ് ആണ്, ആക്രിലിക് കളർ പെയിൻ്റ് അല്ല. അപ്പോൾ ഈ ഒരു പെയിൻറ്റിന് ഈ ഒരു ടിന്നിനില്ലേ 47 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ റേറ്റ് പറയുന്നത്. അപ്പോൾ അത് ഞാനൊരു കോട്ട് അടിച്ചിട്ടൊന്ന് ബോട്ടിൽ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ നമുക്ക് ഒരു കോട്ട് കൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ടും കൂടി അടിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു കോട്ട് തന്നെ അടിച്ചിട്ടുള്ളൂ. നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ എടുക്കും ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ, അത് മാത്രമേ കുഴപ്പമുള്ളൂ. എന്നിട്ട് ഞാൻ ഇനി ഇതിൽ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ജൂട്ട് ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കടയിലൊക്കെ സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പം ഈ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കയർ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഞാൻ പൊതുവേ ഇങ്ങനെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഈ ജൂട്ട് ത്രെഡും എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പൊതുവേ ഈ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ മുഴുവനായിട്ടും ഇങ്ങനെ റോൾ ചെയ്യുന്നില്ല, ഒരു പകുതി വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിൻ്റെ പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബാക്കി ഒരു പീസ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് നോർമൽ ടൈപ്പ് ഒരു ജൂട്ട് ത്രെഡ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു നാരുകൾ ഇങ്ങനെ ഒരുപാടുണ്ടാകും. അത്ര ഒരു ക്വാളിറ്റി ഉള്ള ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അധികമുള്ള ആ ഒരു നാരുകളൊക്കെ ഒന്ന് പോയിട്ടൊന്ന് വൃത്തിയായിട്ട് കിട്ടിക്കോളും. നിങ്ങൾ ലൈറ്റർ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കത്തിപ്പോയി കഴിഞ്ഞാൽ അത്രയും നമ്മൾ ചെയ്തത് വേസ്റ്റ് ആയിട്ട് പോകും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർമെലിൻ്റെ സീഡ്സ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു റംബൂട്ടാൻ്റെ ഒരു സീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് എപ്പോഴോ ഇങ്ങനെ വേറൊരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഇങ്ങനെ ഈ ഒരു വാട്ടർമെലിൻ്റെ സീഡ്സ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്യുന്നതൊരു പൈൻ കോണിൻ്റെ ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ടാണ്. കാരണം ഈ പൈൻ കോൺ നമ്മൾ ഈ ക്രിസ്മസ് ക്രാഫ്റ്റിലൊക്കെ കാണാൻ പറ്റും, പക്ഷേ നമുക്കിവിടെ അത് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒന്ന് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം വാട്ടർമെലിൻ്റെ സീഡ്സ് അതുപോലെ നല്ലൊരു ലൈറ്റ് ഒരു ബ്രൗൺ കളറാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ അത്രേ വാട്ടർമെലിൻ്റെ സീഡ്സ് ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒന്നും കൂടെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഭാഗം അങ്ങനെ കുറച്ച് പംകിൻ്റെ സീഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ ആ ഒരു വാട്ടർമെലിൻ്റെ സീഡ്സും കൂടെ ഒന്നിങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാട്ടർമെലിൻ്റെ സീഡ്സ് മാത്രം ചെയ്യണതാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. കാരണം ഈ പംകിൻ്റെ സീഡ് കുറച്ചും കൂടി ഒരു വലുതാണല്ലോ, അപ്പോൾ അത്ര ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ 2 കോൺ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് പിന്നെ വീഡിയോയിൽ കാണിക്കാൻ മാത്രം വാട്ടർമെലിൻ്റെ സീഡ്സ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഡ്രോപ്പ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും കാണിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു പൈൻ കോൺ പോലെ തന്നെ തോന്നുന്നുണ്ട്. കുറച്ചൊരു ലൈറ്റ് കളറാണെന്നേ ഉള്ളൂ. അത് നമുക്കിനി ബോട്ടിലൊക്കെ ഒട്ടിക്കുന്ന സമയത്തൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് ഇങ്ങനെ സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള കറി ലീവ്സിൻ്റെ ആ ഒരു ബഞ്ചസിൽ ഇങ്ങനെ കുറച്ച് സീഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിത് കുറേ ദിവസമായി എടുത്തു വെക്കുന്ന അത് ഒരു ഫ്രഷിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതങ്ങനെ വിട്ടുപോയി ഓരോ തിരക്കിലും. അപ്പോഴത്തേക്ക് അതങ്ങനെ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു ആ കറി ലീവ്സൊക്കെ. അപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്ത് നല്ലൊരു ഗ്രീൻ കളറായിരുന്നു. ഇപ്പം ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു ബ്ലാക്ക് കളറിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതും കൂടെ ഒന്ന് പെയിൻറ്റ് അടിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു പൈൻ കോൺ ഒന്നിങ്ങനെ പെയിൻറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഞാനൊരു ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഡീപ്പായിട്ട് അടിക്കുന്നില്ല, അങ്ങനെ കുറച്ച് ആ ഒരു സീഡിൻ്റെ കളറും കൂടെ കാണുന്ന രീതിയിലൊന്നിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ പൊതുവേ ആ ഒരു പൈൻ കോൺ ഇങ്ങനെ കാണാമല്ലോ, ഒരുപാട് ഇങ്ങനെ ഡാർക്ക് കളറായിട്ടല്ല, കുറച്ചിങ്ങനെ ബ്രൗണും ഒരു ലൈറ്റ് ബ്രൗണും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടായിരിക്കും കാണുക.
ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബ്രൗൺ കളർ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അടിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ അതിലാദ്യം ആ ഒരു വാട്ടർമെലൻ്റെ സീഡ്സ് ഇങ്ങനെ പെയിൻറ്റ് അടിക്കേണ്ടെന്ന് വിചാരിച്ചു. അത് മാത്രമായിരിക്കും ഭംഗിയെന്ന്. പക്ഷേ പിന്നീട് ഞാൻ അതും കൂടെ ഒന്ന് പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കറി ലീവ്സിൻ്റെ ആ ഒരു സീഡ്സും കൂടെ ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കാനും. അപ്പോൾ അത് നമ്മൾ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പൊതുവേ ഈ ക്രിസ്മസ് ക്രാഫ്റ്റിനൊക്കെ റെഡ് ചെറീസ് പോലെ ഇങ്ങനെ ഒരു ബണ്ടിൽ കാണുമല്ലോ. അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെഡ് കളർ എടുത്തിട്ടുള്ളത്. ആ ഒരു ബണ്ടിൽ പെയിൻറ്റ് അടിച്ചിട്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് വീണിട്ടുള്ള കുറച്ച് സീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. നമുക്ക് അതും കൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു പൈൻ കോൺ നമ്മൾ ബ്രൗൺ കളർ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വൈറ്റ് ആക്ലി കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ പൈൻ കോണിൽ കാണാൻ പറ്റും ഇങ്ങനെ ജസ്റ്റ് ഒരു വൈറ്റ് ഇങ്ങനെ ആ ഒരു ബ്രൗണിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ആ വൈറ്റും കൂടെ അടിച്ച് കൊടുത്തത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ ഒരു കളറും കൂടെ അടിച്ചപ്പോൾ കറക്റ്റ് നല്ലൊരു ഒറിജിനൽ ഫീൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ ജൂട്ട് ത്രെഡിൻ്റെ മേലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് ഒരു ബ്രൗൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കിയപ്പോൾ ബ്രൗൺ അത്ര ഒരു മാച്ചിങ് അല്ല. പിന്നെ ഞാൻ ആ വൈറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് മോളൊരു പഴയ ഒരു ഉടുപ്പിലുള്ളത് ഞാൻ പറിച്ച് ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു സെൻറ്ററിലൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, നമുക്ക് നമ്മളെ കയ്യിൽ എന്തായാലും മെറ്റീരിയൽസ് വെച്ചാൽ അതിനനുസരിച്ചൊന്നും ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ സീഡ്സൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വൈറ്റ് ലേസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ വൈറ്റ് ലേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജൂട്ട് ത്രെഡിൽ തന്നെ നേരിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചും പിന്നെ നമ്മളെ കയ്യിലുള്ള ഒരു അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു വൈറ്റ് ലേസും കൂടി ഒട്ടിച്ച് കൊടുത്തപ്പം ബോട്ടിൽ നല്ലൊരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ജൂട്ട് ത്രെഡും വൈറ്റും റെഡൊക്കെ കൂടി വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു ഗ്രീൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കറുകപ്പുല്ലിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെയും 1-2 ക്രാഫ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ക്രാഫ്റ്റിൽ ഓൾമോസ്റ്റ് കുറേ ക്രിസ്മസ് ക്രാഫ്റ്റിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ആ ഒരു പുല്ലൊന്ന് കാണിക്കുന്നതും അതുപോലെ ഇത് ഡ്രൈ ആക്കുന്നതും പെയിൻറ്റ് അടിക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാനും. അപ്പം ഞാൻ അത് പുല്ലൊക്കെ ഒന്ന് പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെയിൻറ്റ് അടിക്കുന്നതും ഡ്രൈ ആക്കുന്നതൊക്കെ ഒന്ന് ഞാൻ അതും കൂടി ഒന്ന് ഇന്ന് ചെയ്തിട്ട് ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ ഞാൻ കുറേ പുല്ല് പറിച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ കുറച്ച് എടുത്തിട്ട് നല്ലൊരു ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ബൊക്ക പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബണ്ടിലാക്കിയിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ നല്ലൊരു ഭംഗിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ആ ഒരു കറിവേപ്പിലൻ്റെ സീഡ്സ് ഉണ്ടായിരുന്നല്ലോ പെയിൻറ്റ് അടിച്ച് വെച്ചത്, അപ്പോൾ അതൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു റെഡും ഗ്രീനൊക്കെ കൂടെ വന്ന സമയത്ത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചിങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കറിവേപ്പിലൻ്റെ സീഡ്സ്, അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് പൈൻ കോൺ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ആ ഒരു റെഡ് ആ ഒരു ഗ്രീനിൻ്റെ കൂടെ വന്ന സമയത്ത് ഇങ്ങനെ വാട്ടർമെലൻ്റെ സീഡ്സ് ആണെന്നും പംകിൻ്റെ സീഡ്സ് ആണെന്നും കണ്ടാൽ തോന്നുകയില്ല, അത്രയും നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ റംബൂട്ടാൻ്റെ 2 സീഡ്സും കൂടി എടുത്തിട്ട് ഇങ്ങനെ ഒരു റെഡ് കളർ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മുമ്പ് ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് പെയിൻറ്റ് അടിച്ചതായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ്. പിന്നെ നമ്മൾ ആ ഒരു കുറേ പുല്ല് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പുല്ലിൻ്റെ കുറച്ച് താഴെയുള്ള ഒരു കൊമ്പൊക്കെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ജൂട്ട് ത്രെഡിൻ്റെ താഴോട്ട് വേണ്ട, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുവരെ വെച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളുടെ ഒരു ഹെയർ ബാൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഫൈബറിൻ്റെ ഒരു ത്രെഡിൽ ബീഡ്സൊക്കെ ഇങ്ങനെ കോർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ കുറച്ചും കൂടി ആ ഒരു പുല്ലിൻ്റെത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് വൃത്തിയാക്കുക. പിന്നെ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ നമ്മൾ ആ റംബൂട്ടാൻ്റെ സീഡ്സ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ശരിക്കും ആവശ്യമില്ല, ഒരുപാട് നമുക്ക് റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അതും കൂടെ ഞാനൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ബോട്ടിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പം ഞാൻ എല്ലാ പുല്ലിനും ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ചൊക്കെ ഇങ്ങനെ പെയിൻറ്റ് അടിക്കാത്തതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കോമ്പിനേഷനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സാറ്റിൻ്റെ റിബൺ എടുത്തിട്ട് ജസ്റ്റ് ഒരു ബോ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെക്കിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ചെറിയൊരു ബോ ഞാൻ റെഡ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു,
ഗോൾഡൻ കളറോടും ഉണ്ടാക്കി. പക്ഷേ റെഡ് വെച്ചിട്ടൊരു ഭംഗിയില്ല, കാരണം ഒരുപാട് റെഡ് കളർ ഉണ്ടല്ലോ ബോട്ടിലും സീഡ്സൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു അട്രാക്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഞാൻ ആ ഒരു ഗോൾഡൻ കളർ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഈ ഗോൾഡൻ കളർ ബീഡ്സ് ഇങ്ങനെ ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ലുക്ക് തന്നെയുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ്. പംകിൻ്റെ സീഡും അതുപോലെ വാട്ടർമെലൺ സീഡ്സ്, കറുകപ്പുല്ല്, അതുപോലെ വേസ്റ്റാക്കി കളയുന്ന ജൂട്ട് ത്രെഡ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഇതിനൊക്കെ ഒന്ന് വാർണിഷ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു നമ്മൾ കോണിൻ്റെ മേലെ ഇങ്ങനെ വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊരു യെല്ലോ കളറായി മാറിയിട്ടുണ്ടായിരുന്നു. വുഡ് വാർണിഷ് ആയിരുന്നു ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വൈറ്റും കൂടെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും, അപ്പോഴാണ് കറക്റ്റ് ഒരു ഭംഗി കിട്ടുക. അപ്പോൾ നമ്മൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് റീത്താണിത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 1-2 ക്രാഫ്റ്റുകളായിരുന്നു ഇത്. അപ്പോൾ ഇത് കോക്കനട്ടിൻ്റെ ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ റീത്തിനാണെങ്കിൽ നമ്മൾ മുറ്റത്തൊക്കെയുള്ള ചെടിയുടെ വള്ളിയാണ് യൂസ് ചെയ്തത്. പിന്നെ വേസ്റ്റാക്കി കളയുന്ന അലൂമിനിയം ഫോയിലും അതുപോലെ കറുകപ്പുല്ലൊക്കെയാണ് യൂസ് ചെയ്തത്. ആകെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ലൊരു സ്ട്രെങ്തിയുമാണ്. നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് ബെൻഡായി പോവുകയൊന്നുമില്ല. അപ്പോൾ നല്ലൊരു എലഗൻ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ആക്കി ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM കേട്ടോ. മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് 4:30 PM വരും. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കഴിയുന്നവരെ നമ്മൾ കുറച്ചൊക്കെ ക്രാഫ്റ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിൽ ഇടയ്ക്കൊന്ന് കയറി നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.